ഭഗവാന് നമസ്കാരം. ഈ ഭാഗവത ഏകാഹ വേദിയിൽ നിറഞ്ഞു നിൽക്കുന്ന ഭഗവാന്റെ അനുഗ്രഹം ഇന്നത്തെ പിറന്നാൾ ആഘോഷിക്കുന്ന ജ്യോതിമാഷ്ക്കും കുടുംബത്തിനും ടീച്ചർക്കും കുടുംബത്തിനും എല്ലാവർക്കും ഉണ്ടാവട്ടെ, ഇവിടെ പങ്കെടുത്ത എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പിന്നെ ഞാൻ ഈ മൈക്ക് ചോദിച്ചു വാങ്ങിയതാണ്, ക്ഷമിക്കണം, അത് ഞാൻ ക്ഷമ ചോദിക്കുന്നു. പിന്നെ പറയാനുള്ള എന്താന്ന് വെച്ചാല് എന്റെ ഒരു സന്തോഷം, അച്ഛൻ തർജ്ജമ ചെയ്ത ഒരു സമർപ്പണത്തോടുകൂടി തർജ്ജമ ചെയ്ത ഒരു ഭാഗവതത്തിന്റെ മലയാളമാണ് ഇവിടെ വായിക്കുന്നത് എന്നുള്ളതാണ്. ഇതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. അച്ഛൻ 1925 26 മാർച്ച് 18 ജനിക്കുകയും 2026 മാർച്ച് 18 100 വയസ്സാവുകയാണ്. കേരളത്തിലെ പല ഭാഗങ്ങളിലും ഇപ്പോൾ അച്ഛന്റെ ഭാഗവതം വെച്ച് ഇത്തരം ഏകാഹമായിട്ടും നവാഹമായിട്ടും സപ്താഹമായിട്ടും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. തൃപ്പൂണിത്തറയിൽ ഇപ്പോൾ ഒരാഴ്ച മുമ്പ് കഴിഞ്ഞിട്ടേ ഉള്ളൂ, കോലത്ത് കഴിഞ്ഞിട്ടേ ഉള്ളൂ, പലതും വരുന്നുണ്ട്. അപ്പോ ആ കൂട്ടായ്മയില് ഈ ഗ്രാമത്തിലത്തെ സുമനസ്സുകളും ഏകീകരിക്കപ്പെടുന്നു എന്നുള്ളതിൽ അഖില ഭാഗവത സമിതിയുടെ ഒരു പ്രതിനിധിയായിട്ട് എനിക്ക് സന്തോഷമുണ്ട്. ഞാൻ മാത്രമല്ല, എന്റെ സഹോദരി, എന്റെ ശ്രീജോക്കോളും ഇവിടെ വന്നിട്ടുണ്ട്. എനിക്ക് പറയാനുള്ളത്, ഞങ്ങളൊരു രജിസ്റ്റേർഡ് ഫോറം ഒന്നുമല്ല, ഒന്നുമില്ല. അച്ഛൻ ഒരു ആത്മസംതൃപ്തിക്ക് വേണ്ടി ചെയ്തിട്ടുള്ള ഒരു പ്രവൃത്തിയാണല്ലോ. അത് വായിച്ചു കാണുമ്പോൾ അച്ഛൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ പുസ്തകമാണെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അച്ഛന്റെ കവിതകളും അച്ഛന്റെ പുസ്തകങ്ങളുമാണ്. അച്ഛന്റെ ഈ ഭാഗവത അച്ഛൻ എന്തിനു വേണ്ടി ചെയ്തു? അച്ഛന് മുന്നേ ചെയ്തിട്ടുള്ള തുഞ്ചത്ത എഴുത്തച്ഛനും സുബ്രഹ്മണ്യ തിരുമുമ്പുമാണ്. അത് അവരുടെ തർജ്ജമകൾക്ക് കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. അച്ഛൻ പദാനുപദ എങ്ങനെയാണോ വ്യാസം ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പച്ച മലയാളത്തിലാണ് എഴുതിയിട്ടുള്ളത്. ഇത് പ്രചരിക്കപ്പെടണം എന്നുള്ളത് അച്ഛനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഉണ്ട്, എനിക്കുണ്ട്. ഞാൻ മാത്രമല്ല അതിലുള്ളൂ. തുറവൂരിലുള്ള സോമേട്ടൻ എന്ന് പറഞ്ഞ ഒരാളാണ് അത് ഡ്രൈവ് ചെയ്യുന്നത്. ഞാനും അവരുടെ കൂടിയ ഒരാളാണ്. ഇവിടെയുള്ള എല്ലാവരും ഈ ഭാഗവത സമിതിയിൽ ഒരു ബുദ്ധിമുട്ടുമില്ല. ആ വാട്സാപ്പ് ഗ്രൂപ്പിൽ ചേരുക. ഭാഗവതത്തെ പറ്റിയിട്ടുള്ള പുതിയ അറിവുകൾ, ഈ ഭാഗവതത്തിന്റെ പ്രചാരണ കൂട്ടായ്മയിൽ നിങ്ങൾ പങ്കാളിയാവുക. പറ്റുമെങ്കിൽ, ബുദ്ധിമുട്ടില്ലെങ്കിൽ ഈ വാട്സാപ്പ് ഗ്രൂപ്പിൽ ചേരണം. ഈ ടീച്ചർ അതിൽ ചേർന്നിട്ടുണ്ട്. ആ ടീച്ചർ ചേർന്നതുകൊണ്ടാണ് ഇവിടെ സംഭവിച്ചത്. അങ്ങനെ കളങ്കമില്ലാത്ത ഒരു കൂട്ടായ്മയിലേക്ക് നിങ്ങളെ ഏവരെയും ക്ഷണിച്ചുകൊണ്ട് ഞാൻ പിന്മാറുന്നു.